Hi, welcome to Lash Class. BA English തേർഡ് സെമിസ്റ്റർ ലാംഗ്വേജ് ഇൻ ആക്ഷനിലെ ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. Language praxis is an approach in linguistics aimed at social transformation through the use, teaching and study of language. ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സിലെ അല്ലെങ്കിൽ ഭാഷാ പഠനത്തിലുള്ള ഒരു അപ്രോച്ചാണ്. ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു സാമൂഹിക പരിവർത്തനമാണ്. ഭാഷയുടെ ഉപയോഗത്തിലും ഭാഷ പഠിപ്പിക്കുന്ന രീതികളിലും മാറ്റം വരുത്തിക്കൊണ്ട് ഒരു സാമൂഹിക പരിവർത്തനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു അപ്രോച്ചിനെയാണ് ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഭാഷ പഠിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭാഷ ഉപയോഗിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ സാമൂഹിക പരിവർത്തനമൊക്കെ സാധ്യമാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ലാംഗ്വേജ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഇതിനോടകം പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇതുകൂടാതെ നമുക്ക് അറിയാവുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് വികലാംഗര് എന്നുള്ളൊരു പദപ്രയോഗം ഉണ്ടായിരുന്നു. അതിന് പകരം ഇപ്പോൾ ഭിന്നശേഷിക്കാർ എന്നുള്ളൊരു പദമാണ് പ്രയോഗിക്കുന്നത് നമുക്കറിയാം. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പുറമെ നിന്ന് ഇവിടേക്ക് ജോലിക്ക് വരുന്ന ആളുകളെ വിളിച്ചിരുന്നു. അത് പിന്നീട് ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നാക്കി മാറ്റി ഇപ്പോൾ നമ്മൾ അവരെ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ലാംഗ്വേജിലൂടെ, ഭാഷയിലൂടെ നമ്മൾ ആശയവിനിമയം മാത്രമല്ല നടത്തുന്നത്, നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ ഒരു സംസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഐഡിയോളജി, നമ്മുടെ ആശയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പദങ്ങളിലൂടെയും നമ്മുടെ ഭാഷ ഉപയോഗിക്കുന്ന രീതിയിലൂടെയൊക്കെ എക്സ്പ്രസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ അത് സ്വാധീനിക്കപ്പെടും എന്നൊക്കെയുള്ള ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലാംഗ്വേജ് പ്രാക്ടീസ് എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഭാഷ ഉപയോഗിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ അത് പഠിപ്പിക്കുന്ന രീതിയിലും മാറ്റം വരുത്തിക്കൊണ്ട് ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ലാംഗ്വേജ് സ്റ്റഡിയെ ഉപയോഗിക്കുക എന്നുള്ള അപ്രോച്ചിനെയാണ് നമ്മൾ ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പൗലോ ഫ്രൈറേസ് ക്രിട്ടിക്കൽ പെഡഗോജി. ഇനി ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഈ അപ്രോച്ചിൻ്റെ അടിസ്ഥാനം പൗലോ ഫ്രൈറർ എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റിൻ്റെ ക്രിട്ടിക്കൽ പെഡഗോജി എന്നുള്ള തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പെഡഗോജി എന്ന് പറയുന്നത് ഭാഷയെക്കുറിച്ചിട്ടുള്ള, ഭാഷ പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പഠനം എന്നുള്ളതാണ് നമ്മൾ പെഡഗോജി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളിപ്പോൾ BEd എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ TTC എന്നൊക്കെ പറയുന്ന കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യണം തുടങ്ങിയിട്ടുള്ള അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനശാഖയാണ്, ഈ പഠനത്തെക്കുറിച്ചിട്ടുള്ള പഠനശാഖയാണ് നമ്മൾ പെഡഗോജി എന്ന് പറയുന്നത്. അപ്പോൾ വിമർശനാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നർത്ഥം വരുന്ന ഇദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന ഒരു തിയറിയിൽ നിന്നാണ് ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറയുന്ന അപ്രോച്ച് രൂപപ്പെടുന്നത്. ആസ് എ പ്രാക്ടീസ്, ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് റിഫ്ലക്ഷൻ ആൻഡ് ആക്ഷൻ ത്രൂ തിയറിറ്റിക്കലി ഇൻഫോംഡ് പ്രാക്ടീസസ്. ഇനി പ്രാക്ടീസ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം നമുക്ക് പരിചയമുള്ള പ്രാക്ടീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്ന പദവുമായിട്ട് ബന്ധമുള്ള ഒന്ന് തന്നെയാണ്. അതായത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യം പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രാക്ടീസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള അർത്ഥം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പ്രാക്ടീസ് എന്ന നിലയിൽ ഈ റിഫ്ലക്ഷൻ, ഈ ചിന്തയും അതുപോലെ തന്നെ ആക്ഷൻ, പ്രവൃത്തിയും ഒരുമിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ ലാംഗ്വേജ് പ്രാക്ടീസിനെ കാണുന്നത്. അതായത് തിയറിറ്റിക്കലി ഇൻഫോംഡ് പ്രാക്ടീസസ്, ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറികൾ രൂപീകരിക്കുകയും ആ തിയറികൾക്ക് അനുസൃതമായിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ലാംഗ്വേജ് പ്രാക്ടീസിനെ കാണാം. അപ്പോൾ ബേസിക്കലി നമ്മൾ ലാംഗ്വേജ് പ്രാക്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൗലോ ഫ്രൈററുടെ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന തിയറിയിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഈ ഭാഷയുടെ ഉപയോഗം കൊണ്ടും ഭാഷ പഠിപ്പിക്കുന്ന രീതികൾ കൊണ്ടും സാമൂഹ്യമായിട്ടുള്ള ഒരു പരിവർത്തനം ഉണ്ടാക്കുക എന്ന് ലക്ഷ്യം വയ്ക്കുന്ന ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. It sees language not just as a tool for communication, but as a practice with social, political and cultural dimensions.
ഇനി ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന അപ്രോച്ചിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു തിയറിയാണ്. അതായത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ആശയവിനിമയ ഉപാധി മാത്രമല്ല, സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള ഡയമെൻഷൻസ് ഉള്ള ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്നാണ് ഈ തിയറിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾക്ക് ചേട്ടൻ, ചേച്ചി എന്നീ പദങ്ങൾ മലയാളത്തിൽ വളരെ പരിചിതമായിട്ടുള്ളതാണ്. സ്വന്തം സഹോദരങ്ങളെ അല്ലാതെ നമ്മളെക്കാൾ പ്രായമുള്ള ആളുകളെ നമ്മളിങ്ങനെ ചേട്ടൻ, ചേച്ചി എന്നാണ് വിളിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ബ്രദർ, സിസ്റ്റർ എന്നുള്ള വാക്കൊക്കെ ഇംഗ്ലീഷിലുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ചേട്ടൻ, ചേച്ചി എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇവിടെ രണ്ട് ഭാഷകളിൽ നമ്മൾ കാണുന്നത് രണ്ട് കൾച്ചറുകളാണ്. അതായത് പ്രായമായ ആളുകളെ ബഹുമാനിക്കണം എന്ന തരത്തിലുള്ള നമ്മുടെ ഒരു കൾച്ചർ അവിടെ ഈ ഭാഷയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇതുകൂടാതെ നമുക്കറിയാം, നമുക്ക് ചെറിയച്ഛൻ, ചെറിയമ്മ, വല്യച്ഛൻ, വല്യമ്മ തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന വളരെയധികം വാക്കുകൾ നമ്മുടെ ഭാഷയിലുള്ള നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്കിൾ, ആൻറ്റി എന്ന വാക്ക് തന്നെയാണ് ഇവരെല്ലാവരെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭാഷയ്ക്കകത്ത് ആശയവിനിമയം മാത്രമല്ല നടക്കുന്നത്, ആ ഒരു സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒരു ചിത്രം കൂടി നമുക്ക് ഭാഷയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തിയറിയുടെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. Language therefore is not neutral. It reflects and reproduces existing power structures. അപ്പോൾ ഇത്തരത്തിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ന്യൂട്രൽ അല്ല. ലാംഗ്വേജിലൂടെയാണ് ഈ സമൂഹത്തിൻ്റെ ഘടന അവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓരോ തലമുറ കടന്നു പോകുമ്പോഴും നമ്മുടെ ഈ മലയാളത്തിൽ നമ്മൾ പറഞ്ഞു ചേട്ടൻ, ചേച്ചി എന്ന് ആളുകളെ വിളിച്ച് ആണ് നമ്മുടെ കുട്ടികൾ ഇവിടെ അടുത്ത തലമുറയിൽ വളർന്നു വരുന്നത്. അപ്പോൾ ആ ഒരു സംസ്കാരം ഈ ലാംഗ്വേജിലൂടെയാണ് ഇവിടെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ ഇംഗ്ലീഷിലെ കാര്യം പറഞ്ഞു, അവിടെ ഇത്തരത്തിന് സമാനമായിട്ടുള്ള പദങ്ങളില്ല. അപ്പോൾ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഒരു കൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ഇംഗ്ലണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ പൊതുവേ പറയാറുള്ളത് ഇൻഡിവിജ്വൽ സൊസൈറ്റികളാണ്, വ്യക്തികൾക്ക് പ്രാധാന്യം നൽകുന്ന സൊസൈറ്റികളാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഓരോ തലമുറയിൽ നിന്ന് ഈ മൂല്യങ്ങൾ ഈ ഭാഷയുടെ ഉപയോഗത്തിൽ കൂടി കൊണ്ടാണ് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അങ്ങനെയാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. Through various modes of communication, language shapes how we think, understand and engage with the world. അപ്പോൾ ഇങ്ങനെ ഭാഷയിലൂടെയാണ് നമ്മൾ ഭാഷ വിവിധ രീതിയിൽ ഉപയോഗിക്കും, നമ്മൾ സംസാരിക്കും, എഴുതും, വായിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഷയുടെ വിവിധങ്ങളായിട്ടുള്ള ഉപയോഗങ്ങളിലൂടെയാണ് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ ഈ ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വലിയ സ്വാധീനം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ലാംഗ്വേജ് പ്രാക്ടീസ് തിയറിയുടെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ കുട്ടികളെ എങ്ങനെ ചേട്ടൻ, ചേച്ചി എന്ന് വിളിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാൽ ഇംഗ്ലണ്ടിൽ അതിന് സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ അങ്ങനെ അവർ വിളിക്കാതിരിക്കുന്ന സമയത്ത് രണ്ട് വ്യത്യസ്ത കൾച്ചറുകളാണ് ആളുകൾ വളരുക എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാണ്. ഇനി വേറെയും എക്സാമ്പിളുകൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു കോടതിയിലുള്ള ഒരു ജഡ്ജിനെ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നമ്മൾ യുവർ ഓണർ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സർക്കാർ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാർ എന്ന് വിളിക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭാഷയുടെ ഉപയോഗത്തിൽ ഒരു സമൂഹത്തിൻ്റെ ഘടന തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും, അതുപോലെ ഈ സമൂഹത്തിൻ്റെ ഘടന ഈ ലാംഗ്വേജിൻ്റെ ഉപയോഗത്തിലൂടെയാണ് ഇങ്ങനെ അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ളതുമാണ് ഈ ലാംഗ്വേജ് പ്രാക്ടീസ് തിയറിയിൽ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വെറും ഒരു ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള മൂല്യങ്ങളെല്ലാം തന്നെ ഈ ഭാഷയിലൂടെയാണ് നമ്മൾ കാണുകയും അതുപോലെ തന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്നതും ഈ ഭാഷയിലൂടെയാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമൂഹിക പരിവർത്തനം നടത്തുന്നതിന് ഭാഷ മാറ്റേണ്ടത് എത്ര വലിയ പ്രാധാന്യമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് പ്രാക്ടീസിൻ്റെ അടിസ്ഥാനവും. In teaching, language practice uses a critical and participatory approach rather than a rule-based or prescriptive one.
ഇനി ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു തിയറി മാത്രമല്ല, പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ഉള്ള ഒരു അപ്രോച്ച് കൂടിയാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് പ്രാക്ടീസ് അനുസരിച്ചുകൊണ്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡിനകത്ത് ഒരു ക്രിട്ടിക്കൽ ആൻഡ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചാണ്. നമ്മൾ സാധാരണഗതിക്ക് ലാംഗ്വേജ് പഠിക്കുന്നത് നമുക്കറിയാം ഒരു പ്രിസ്ക്രിപ്റ്റീവ് മോഡലിലാണ്. അതായത് നമ്മൾ സ്പെല്ലിംഗ് പഠിക്കുന്നു, അതുപോലെ തന്നെ ഗ്രാമർ പഠിക്കുന്നു, വേർഡ്സിൻ്റെ മീനിങ് പഠിക്കുന്നു. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് സാധാരണഗതിക്ക് ഇങ്ങനെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ളൊരു പഠനമായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ലാംഗ്വേജ് പ്രാക്ടീസിൻ്റെ മെത്തേഡിനകത്ത് ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചാണ്. സ്റ്റുഡൻസ് ഈ ടെക്സ്റ്റ് വായിക്കുകയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലാംഗ്വേജിന് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ മോഡലാണ് ലാംഗ്വേജ് പ്രാക്ടീസിനകത്ത് വരുന്നത്. ഇറ്റ് എൻകറേജസ് ലേണേഴ്സ് ടു അനലൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് ആൻഡ് ടെക്സ്റ്റ് വിത്തിൻ ദർ സോഷ്യൽ കണ്ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ടെക്സ്റ്റിൽ വരുന്ന സ്റ്റോറീസോ പോയംസോ നോവൽസോ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം തന്നെ വായിക്കുകയും അത് വിമർശനാത്മകമായിട്ട് വിലയിരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെത്തേഡാണ് ലാംഗ്വേജ് പ്രാക്ടീസിൻ്റെ ടീച്ചിങ്ങിനകത്ത് വരുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിനകത്ത് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആഫ്രിക്കയെ കുറിച്ചിട്ടുള്ള ഒരു നോവലാണ് അത് ഉണ്ടായിരുന്നത്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു നോവലിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, പ്രത്യേകിച്ചും ആഫ്രിക്കക്കാരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ വംശീയമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. കഴിഞ്ഞ സെമിസ്റ്ററിൽ നമുക്ക് ഉണ്ടായിരുന്നതാണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. അപ്പോൾ അത്തരത്തിൽ ഈ ടെക്സ്റ്റുകൾ നമ്മൾ വിമർശനാത്മകമായിട്ട് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള അർത്ഥതലങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷനാണ് ലാംഗ്വേജ് പ്രാക്ടീസിൻ്റെ മെത്തേഡിനകത്ത് പറയുന്നത്. It challenges the idea that language learning is purely technical or apolitical and it treats it as a justice-oriented practice for empowerment. അപ്പോൾ അത്തരത്തിൽ ഭാഷാ പഠനം എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ളൊരു പഠനം മാത്രമല്ല, മറിച്ച് ഒരു ജസ്റ്റിസ് ഓറിയൻറ്റഡ് പ്രാക്ടീസാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമൂഹത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ ലാംഗ്വേജിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സോഷ്യൽ എംപവർമെൻറ്റിന് വേണ്ടി ഒരു ടൂൾ എന്ന രീതിയിലാണ് ലാംഗ്വേജ് പ്രാക്ടീസിൻ്റെ മെത്തേഡിനകത്ത് ലാംഗ്വേജിനെ കാണുന്നത്. It contributes to the decolonization of language education by recognizing diverse forms of language and resisting the pressure to conform to dominant varieties. ഇനി ഭാഷയുടെ ഏകാധിപത്യവൽക്കരണത്തിനെതിരായി കൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ്, ഡീകൊളനൈസേഷൻ ചെയ്യുന്ന ഒന്നാണ് ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറയുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ ലാംഗ്വേജിനകത്തും ഒരു ഡോമിനൻ്റ് വെറൈറ്റീസ് ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ അച്ചടി ഭാഷ എന്നൊക്കെ പറയുന്ന തരത്തിൽ, ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയാൻ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ തൃശ്ശൂരോ പാലക്കാടോ അല്ലെങ്കിൽ മലപ്പുറത്തോ കോഴിക്കോടോ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭാഷ സംസാരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ഓരോ പ്രദേശത്തിനും അവരുടേതായിട്ടുള്ള ഒരു ശൈലിയൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മളൊരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ വരുന്ന സമയത്ത്, നമ്മളിപ്പോൾ എക്സാമിന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഭാഷയിൽ ല്ല നമ്മൾ എഴുതുന്നത്, മറിച്ച് നമ്മളൊരു അച്ചടി ഭാഷ എന്ന് പറയുന്ന പോലെയുള്ള വേറെ തരത്തിലുള്ളൊരു ഭാഷയിലാണ് നമ്മൾ ഈ പരീക്ഷകളൊക്കെ എഴുതുന്നത്, അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നത് നമുക്കറിയാം. അല്ലാതെ നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതാറില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഈ ഡോമിനൻ്റ് വെറൈറ്റീസ് എന്നുള്ളത്. അതിപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇതുപോലെ അച്ചടി ഭാഷ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ടായിരിക്കും. ബാക്കി എല്ലാവരും അവരവരുടെ പ്രദേശത്തെ ഭാഷ മാറ്റി വെച്ചുകൊണ്ട് ആ ഭാഷയിൽ എഴുതുക, ആ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ IELTSൻ്റെ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, ഇങ്ങനെയല്ല പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഭാഷയുടെ ഏതെങ്കിലും ഒരു വെറൈറ്റി ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതല്ല, എല്ലാതും ഈക്വലാണ്. അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഭാഷ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു അപ്രോച്ച് കൂടിയാണ് ലാംഗ്വേജ് പ്രാക്ടീസിനകത്ത് വരുന്നത്. Language practice therefore supports inclusive and transformative language education that works towards social change. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എഡ്യൂക്കേഷനാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരങ്ങളിലാണ് ഭാഷ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനകത്ത് വരുമ്പോൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വേറൊരു തരത്തിൽ ഭാഷ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രഷർ, അത് നമ്മൾ അസിമുലേറ്റീവ് പ്രഷർ എന്നാണ് പറയുന്നത്. അപ്പോൾ
അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കാഡമിക്സിനകത്തുണ്ട്. അതിനെയെല്ലാം ലാംഗ്വേജ് പ്രാക്ടീസ് എതിർക്കുന്നു, മറിച്ച് എല്ലാ തരത്തിലുള്ള ലാംഗ്വേജ് വെറൈറ്റീസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സോഷ്യൽ ചേഞ്ച്, സാമൂഹിക പരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ഭാഷാ പഠനമാണ് നമ്മൾ ലാംഗ്വേജ് പ്രാക്ടീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത സെക്ഷനിൽ വരുന്നത് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ സോഷ്യൽ പ്രാക്ടീസ് ആൻഡ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ എന്നൊരു കൺസെപ്റ്റാണ്. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി ഫോർമേഷനകത്തും സോഷ്യൽ ലൈഫിനകത്തും ലാംഗ്വേജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. Language is a key part in social life. It is embedded in cultural norms, rules and power dynamics. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലാംഗ്വേജ്. നമുക്കറിയാം, നമ്മൾ ലാംഗ്വേജിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. എന്നാൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവും സാമൂഹിക ഘടനയുമെല്ലാം ലാംഗ്വേജിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നു, ചില ഭാഷകൾക്കകത്ത് ചേട്ടൻ, ചേച്ചി തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങളുള്ളതും ഇംഗ്ലീഷ് പോലുള്ള ചില ഭാഷകൾക്കകത്ത് അതിന് ഈക്വൽ ആയിട്ടുള്ള പദപ്രയോഗങ്ങൾ ഇല്ലാത്തതുമെല്ലാം ആ ഒരു സാമൂഹിക ഘടനയുടെ കൂടി റിഫ്ലക്ഷൻ ആയിട്ട് ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ് ഷേപ്സ് ഹൗ, വെൻ ആൻഡ് ബൈ ഹൂം കമ്മ്യൂണിക്കേഷൻ ഈസ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ഇൻ സ്പെസിഫിക് കണ്ടെക്സ്റ്റ്. ഇനി ഏതെല്ലാം സാഹചര്യങ്ങളിൽ ആർക്കെല്ലാം എങ്ങനെയെല്ലാം സംസാരിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പവർ ഡൈനാമിക്സ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിലേക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കുന്നത്, വീട്ടിൽ സംസാരിക്കുന്നത് തുടങ്ങിയതൊക്കെ വ്യത്യസ്തമായ ശൈലികളിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണ്ടെക്സ്റ്റിനകത്തുള്ള പവർ ഡൈനാമിക്സ് അനുസരിച്ചുകൊണ്ട് ആണ് നമ്മൾ നമ്മുടെ ഏത് രീതിയിൽ സംസാരിക്കാം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. Even everyday interactions such as greetings, academic discussions and digital communication are influenced by social language rules. നമ്മുടെ ജീവിതത്തിൽ സാധാരണമായിട്ടുള്ള സംഭാഷണങ്ങൾ കൂടിയും, നമ്മൾ കോളേജിൽ പോയിട്ട് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതും വീട്ടിൽ വന്നിട്ട് വീട്ടുകാരോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ നാട്ടിലെ മറ്റാളോട് സംസാരിക്കുന്നതും എല്ലാം തന്നെ ഈ തരത്തിലുള്ള സാമൂഹിക ഘടനയുടെ ഭാഗമായിട്ടാണ് നമുക്കറിയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ ചിലപ്പോൾ നമ്മൾ തമാശയ്ക്കൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് പറയുന്ന പല വാക്കുകളും നമുക്ക് വേറൊരു കണ്ടക്സ്റ്റിൽ ഒരു പക്ഷേ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിനകത്ത് ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകൾ ഉണ്ടായിരിക്കാം, പറയാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ, വീട്ടുകാർക്കിടയിൽ, അതുപോലെ തന്നെ അധ്യാപകർക്കിടയിൽ എന്ന രീതിയിലൊക്കെ വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ യൂസേജ് ആ ഒരു സാമൂഹിക ഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. Therefore, language is both a mirror of social structures and a tool that organize system. അപ്പോൾ അത്തരത്തിൽ ഈ ലാംഗ്വേജിലൂടെയാണ് ഈ സാമൂഹിക ഘടനകൾ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ചേട്ടൻ, ചേച്ചി എന്ന് വിളിക്കുന്ന ഈ ഒരു കൾച്ചർ ചില ഭാഷയ്ക്കകത്തുണ്ട്, ചില ഭാഷയ്ക്കകത്തില്ല നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ലാംഗ്വേജിലൂടെ ആ ഒരു കൾച്ചർ അവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് മാത്രമല്ല, ഈ ലാംഗ്വേജ് ഉപയോഗിച്ച് വളരുന്നത് കൊണ്ടാണ് അടുത്ത തലമുറയിലും ഈ കൾച്ചർ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നും നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരേ സമയം ആ ഒരു സാമൂഹിക ഘടനയെ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ അതേ സമയത്ത് ഇതേ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു സാമൂഹിക ഘടന ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് പറയാം. The way we speak reflects our social identity, such as gender, class, age, or ethnicity. Choices like accents, code switching, and specific vocabulary help express who we are. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിലൂടെയാണ് നമ്മുടെ ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അച്ഛൻ, അമ്മ എന്ന് പറയുന്ന പദപ്രയോഗങ്ങളുണ്ട്. അതിന് പകരമായിട്ട് ഉപ്പ, ഉമ്മ എന്ന് പറയാം, അല്ലെങ്കിൽ അപ്പച്ചൻ, അമ്മച്ചി എന്ന് പറയാം, ഡാഡി, മമ്മി എന്ന് പറയാം, പപ്പ എന്ന് പറയാം. ഇത്തരത്തിൽ ഒരേ അർത്ഥം വരുന്ന പല പദങ്ങളുണ്ട് നമുക്കറിയാം. ഇതുകൂടാതെ തന്നെ നമ്മുടെ ആക്സെൻറ്റുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഓരോ പ്രദേശങ്ങൾക്ക്, ഇപ്പോൾ കോഴിക്കോടോ മലപ്പുറത്തോ അല്ലെങ്കിൽ പാലക്കാടോ തൃശ്ശൂരൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശൈലികളാണ് ഭാഷയ്ക്കകത്ത് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ടൗണിൽ ഉപയോഗിക്കുന്നത് ഒരു തരത്തിലായിരിക്കും, ഗ്രാമത്തിൽ ഉപയോഗിക്കുന്നത് വേറെ തരത്തിലായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ ഭാഷാ ശൈലികൾ, അതുപോലെ തന്നെ വിവിധ പദപ്രയോഗങ്ങൾ എന്നിവ കൊണ്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് ഒരു വ്യക്തിയുടെ ഒരു ജെൻഡർ, ക്ലാസ്, ഏജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. People may use local or formal language to either connect with or distance themselves from certain communities. അപ്പോൾ ആളുകൾ
ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയെ അത് വെളിപ്പെടുത്തുന്നുണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യത്തോട് കൂടിയിട്ടാണ് ചിലപ്പോൾ ആളുകൾ ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാവുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ശൈലിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യും. എന്നാൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഭാഗം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലാംഗ്വേജ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ എക്സാം പേപ്പറിനകത്തൊക്കെ നമ്മൾ അച്ചടി ഭാഷ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഒരു ഓഫീസിലോ സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള നാടൻ ശൈലിയിൽ സംസാരിക്കാതെ ഒരുപക്ഷെ ഒരു അച്ചടി ഭാഷ പോലെ സംസാരിക്കാനുള്ള ശ്രമമൊക്കെ നമ്മൾ ഒരുപക്ഷെ നടത്തുന്നുണ്ടായിരിക്കാം, മറ്റുള്ള ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ചെയ്യുന്നതല്ല നമ്മൾ പറയുന്നത്, ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി ഈ ഒരു യൂസ് ചെയ്യുന്ന ലാംഗ്വേജിലൂടെയാണ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ ഏത് തരത്തിലുള്ള ഭാഷാ ശൈലികളാണ് വാക്കുകളാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും നമുക്ക് കാണാവുന്നതാണ്. Then, language therefore doesn't just reflect identity, it creates identity through its performative use. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ലാംഗ്വേജ് പെർഫോമേറ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നിസ്സാരങ്ങളായിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ പുതിയൊരു കോളേജിലേക്ക് പോയി അല്ലെങ്കിൽ പുതിയൊരാളെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളെക്കുറിച്ചുള്ളൊരു ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്കറിയാം. നമ്മൾ ബോധപൂർവമോ അല്ലെങ്കിൽ ബോധപൂർവ്വം അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, നമ്മൾ ഇതുപോലെ ബോധപൂർവമായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് കൂടിയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. Thus, identity is not a fixed trait but an ongoing social practice enacted through language. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലാംഗ്വേജ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. കാരണം നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം വിലയിരുത്തിക്കൊണ്ടാണ് ഒരാളുടെ ഐഡൻറ്റിറ്റി അവിടെ വിലയിരുത്തിപ്പെടുക. അത്തരത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒന്നല്ല, നമ്മൾ സംസാരിക്കുന്ന രീതിക്കനുസരിച്ചും ഉപയോഗിക്കുന്ന വാക്കുകൾക്കനുസരിച്ചും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്നാണ് പറയുന്നത്. അടുത്ത സെക്ഷനിൽ വരുന്നത് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ലിറ്ററേച്ചർ, മീഡിയ ആൻഡ് പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ലിറ്ററേച്ചറിനകത്ത്, മീഡിയക്കകത്ത്, പോളിസി ഡോക്യുമെൻറ്റ്സിനകത്ത് ലാംഗ്വേജ് എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ സെക്ഷനിൽ ലിറ്ററേച്ചറാണ്. നമ്മളൊക്കെ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറേയൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇൻ ലിറ്ററേച്ചർ, ലാംഗ്വേജ് സെർവ്സ് ആസ് ബോത്ത് എൻ എസ്തെറ്റിക് ആൻഡ് ഐഡിയോളജിക്കൽ ടൂൾ ഷേപ്പിംഗ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്, ഐഡൻറ്റിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം. ഒന്ന് എസ്തെറ്റിക്കായിട്ട്, നമ്മൾ റൈമിംഗ് വേർഡ്സ്, അലിറ്ററേഷൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ എസ്തെറ്റിക്കായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡിയോളജിക്കലായിട്ട് നമുക്കറിയാം സാഹിത്യത്തിലൂടെ ഒരുപാട് രാഷ്ട്രീയവും അതുപോലെ തന്നെ ആശയങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം. അത്തരത്തിൽ രണ്ട് തരത്തിലും ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലാംഗ്വേജിലൂടെയാണ് ലിറ്ററേച്ചറിനകത്ത് വായനക്കാരുടെ ഈ ഒരു ഐഡൻറ്റിറ്റിയും എക്സ്പീരിയൻസും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്ററേച്ചറിൽ സാധിക്കുന്നത്. Literature does not merely reflect reality, but constructs alternative realities through narrative voice, metaphor, symbolism and general conventions. ഇനി ലിറ്ററേച്ചറിനകത്ത് നമുക്കറിയാം റിയാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. കാരണം ലിറ്ററേച്ചറിനകത്ത് പലതും ഫിക്ഷനാണ്, നമ്മൾ ഉണ്ടാക്കി എഴുതുന്ന കഥകളാണ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് റിയാലിറ്റീസ് ആണ് നമ്മൾ ലിറ്ററേച്ചറിനകത്ത് കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ ഈ നരേറ്റീവ് വോയിസ്, അതുപോലെ തന്നെ മെറ്റഫർ, സിംബോളിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള ലിറ്റററി ഡിവൈസ് ആണ്. ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ലിറ്ററേച്ചറിനകത്ത് ഇതുപോലെയുള്ള ആശയങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് അറിയാം. Writers use language to explore complex ideas, challenge dominant discourses or express marginalized perspectives. ഇനി ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കോംപ്ലക്സ് ഐഡിയാസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ലിറ്റററി ഡിവൈസസും അതുപോലെ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഡോമിനൻറ്റ് ഡിസ്കോഴ്സസ്, മാർജിനലൈസ്ഡ് പെർസ്പെക്റ്റീവ്സ്. നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിനകത്ത് എ കോപ്സ് ഇൻ ദ വെൽ എന്ന് പറയുന്ന ഒരു കിണറിനകത്ത് ഒരു ഡെഡ് ബോഡി കിടക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതിനകത്ത് ജാതിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു.
പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ദ്രൗപദി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിനകത്ത്. അത് ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ആദിവാസി കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ലിറ്ററേച്ചറിനകത്ത് ഇതുപോലെ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഐഡിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സമൂഹത്തിനകത്തുള്ള മുഖ്യധാര ആശയങ്ങളെ വിമർശിക്കുവാനും അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ലിറ്ററേച്ചറിന് സാധിക്കും, നമുക്കറിയുന്നതാണ്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഓഫ്റ്റൻ യൂസസ് ഇൻഡിജിനസ് ലിംഗ്വിസ്റ്റിക് എലിമെൻറ്റ്സ് ടു റെസിസ്റ്റ് കൊളോണിയൽ ലാംഗ്വേജ് ഡോമിനൻസ്. ഇനി പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബ്രിട്ടീഷ് കോളനികളായിരുന്നു നമുക്കറിയാം. അതിനുശേഷം വരുന്ന തലമുറയിലെ റൈറ്റേഴ്സിനെയാണ് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ലിറ്ററേച്ചറിനകത്ത് എല്ലാം തന്നെ ലാംഗ്വേജിൻ്റെ ഒരു ഡോമിനൻസിനെ എതിർക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ചില തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങളാണ് റിയൽ അല്ലെങ്കിൽ ഒറിജിനൽ എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്താഗതി അക്കാഡമിക്സിനകത്തുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയാവുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എഴുത്തുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് സാധാരണ മുഖ്യധാര ഭാഷയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്, അല്ലെങ്കിൽ നാട്ടിലെ അതേ ഭാഷാ ശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ലാംഗ്വേജിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള വേർഷൻ ഉപയോഗിക്കുന്നതിന് പകരം ഇൻഡിജിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനകത്ത് എഴുതുന്നു. അങ്ങനെ ഈ ലാംഗ്വേജിൻ്റെ ഡോമിനൻസിനെ എതിർക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇത്തരം ഒരു കാര്യം കൂടി ലിറ്ററേച്ചറിനകത്ത് നടക്കുന്നുണ്ട്, നമുക്കറിയാവുന്നതാണ്. ലാംഗ്വേജ് ഇൻ ലിറ്ററേച്ചർ ഈസ് നെവർ ന്യൂട്രൽ, ഇറ്റ് ഈസ് ഡീപ്ലി കണക്റ്റഡ് ടു മീനിങ് ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല എന്ന് പറയുന്ന പോലെയാണ് ലിറ്ററേച്ചറിനകത്തും അത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമല്ല. ലാംഗ്വേജിനകത്ത് ഇതുപോലെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയും മറ്റുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത സെക്ഷനിൽ വരുന്നത് മീഡിയയാണ്. മാധ്യമങ്ങൾക്കകത്തുള്ള ലാംഗ്വേജ് യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മീഡിയ യൂസസ് ലാംഗ്വേജ് ടു ഷേപ്പ് ഒപ്പീനിയൻസ് ആൻഡ് ടു ഫ്രെയിം സോഷ്യൽ നരേറ്റീവ്സ്. മാധ്യമങ്ങൾക്കകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജിനനുസരിച്ച് കൊണ്ടാണ് ഒരു സമൂഹത്തിനകത്തുള്ള പബ്ലിക് ഒപ്പീനിയൻ എല്ലാം ഷേപ്പ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടുന്നതെന്ന് പറയുന്നു. നമുക്കറിയാം, ഒരു സമൂഹത്തിനകത്തുള്ള പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മാധ്യമങ്ങൾ ഏതൊക്കെ വാർത്തകളാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, ഏതൊക്കെയാണ് അവർ ഇഗ്നോർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് തരത്തിലാണ് അവരിത് അവതരിപ്പിക്കുന്നത് തുടങ്ങിയതെല്ലാം ഒരു സമൂഹത്തിനകത്തുള്ള പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇറ്റ് റിലൈസ് ഓൺ ടെക്നിക്സ് ലൈക്ക് യൂഫേമിസം, മൊഡാലിറ്റി, മെറ്റഫോർ ആൻഡ് പെർസ്യൂസീവ് സ്ട്രാറ്റജീസ് ടു ക്രിയേറ്റ് സ്പെസിഫിക് വേർഷൻസ് ഓഫ് റിയാലിറ്റി. അത്തരത്തിൽ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് സമൂഹത്തിനകത്തുള്ള റിയാലിറ്റി മാത്രമല്ല, ആ റിയാലിറ്റിയുടെ ഒരു സ്പെസിഫിക് വേർഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ മാധ്യമങ്ങളിൽ വാർത്തകളിൽ കാണുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറച്ചു കാലത്തിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ഇന്ത്യ ചെയ്യുന്നതാണ് ശരി എന്ന രീതിയിലാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നാൽ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ നമുക്കറിയാം അവർ ചെയ്യുന്നതാണ് ശരി എന്നുള്ള രീതിയിലായിരിക്കും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇസ്രയേലും പാലസ്തീനും തമ്മിൽ കുറച്ചു കാലമായി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിവിധ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ അവരുടെ ഒരു രാഷ്ട്രീയത്തിനനുസരിച്ച് കൊണ്ടായിരിക്കും ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, വാർത്തകൾ കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത്തരത്തിൽ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ ഒരു സ്പെസിഫിക് വേർഷൻ ആയിട്ടാണ് അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ പല ടെക്നിക്സും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. യൂഫേമിസം എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളെ ചെറുതാക്കി കാണിക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് യൂഫേമിസം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു യുദ്ധത്തിനകത്ത് കുറച്ച് ആളുകൾ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ശത്രു രാജ്യത്തിലെ ആളുകളാണെങ്കിൽ അതിനെ ഒരു ചെറിയ വിഷയമായിട്ട് അവതരിപ്പിക്കുക, സ്വന്തം രാജ്യത്തുള്ളതാണെങ്കിൽ വലിയ വിഷയമായിട്ട് അവതരിപ്പിക്കുക എന്ന രീതിയിലൊക്കെ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഒരു വിഷയത്തെ വലുതാക്കി കാണിക്കുകയോ ചെറുതാക്കി കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. പിന്നെ മൊഡാലിറ്റി എന്ന് പറയുന്നത് അവർ ആ സംസാരിക്കുന്നതിൽ ടോൺ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ മെറ്റഫോർ നമുക്കറിയാം, കാര്യങ്ങൾ സിംബോളിക്കായിട്ട് അവതരിപ്പിക്കുന്നതാണ്. പെർസ്യൂസീവ് സ്ട്രാറ്റജീസിനകത്ത് നമുക്ക് വൈകാരികമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് കഴിയും എന്ന് പറയുന്നു. Word choices such as illegal immigrant versus undocumented migrant carry ideological weight and influence public perception.
അപ്പോൾ മാധ്യമങ്ങൾക്കകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ വാക്കുകൾ കൊണ്ട് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറയുന്നു. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് എന്ന് പറയുന്നത് അനധികൃത കുടിയേറ്റക്കാർ എന്നുള്ള ഒരു പദമാണ്. എന്നാൽ അതിന് പകരം അൺഡോക്യുമെൻറ്റഡ് മൈഗ്രൻ്റ് എന്ന് പറയുന്നത് രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ എന്ന് പറയുന്ന ഒരു പദമാണ്. അപ്പോൾ ഒന്ന് ഇല്ലീഗലാണ് എന്ന് പറയുന്ന സമയത്ത് അവരൊക്കെ എന്തോ തെറ്റ് ചെയ്ത ആളുകളാണ് എന്നുള്ള ഒരു ധാരണ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് സാധിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറയാവുന്നത്, ഒരു സമരം നടക്കുന്ന സമയത്ത് ആ ഒരു സമരത്തിനെ പ്രതിഷേധം എന്ന് വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ആ ഒരു സമരത്തിനെ കലാപം എന്ന് മാധ്യമങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. പ്രൊട്ടസ്റ്റ് എന്നോ റയറ്റ് എന്നോ അവർക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇതുകൂടാതെ തന്നെ വരുന്ന മറ്റൊരു പ്രയോഗമാണ് ടെററിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദി എന്ന് പറയുന്ന ഒരു പ്രയോഗം. നമുക്കറിയാം ഭഗത് സിംഗിനെ പോലുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ കണ്ടിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ ഭഗത് സിംഗിനെയൊക്കെ ആ കാലത്തെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രിട്ടീഷ് മാധ്യമങ്ങളെല്ലാം ഭഗത് സിംഗിനെ ടെററിസ്റ്റ് എന്നാണ്, തീവ്രവാദി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രീതിയിലാണ് ആ കാലത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അതുപോലെ ഇന്ന് നമുക്ക് അറിയാം, ഇസ്രായേൽ പാലസ്തീൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നത്തിനകത്ത് അത് യുദ്ധമാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു. എന്നാൽ ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെ ആക്രമിക്കുന്നതിനെ യുദ്ധം എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് എന്താണ്, ഒരു ജെനിസൈഡ് ആണ് എന്നുള്ള രീതിയിൽ വേറൊരു വിഭാഗം ആളുകൾ പറയുന്നു. അത്തരത്തിൽ ഏത് വാക്കുകളാണ് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. Media language can reinforce stereotypes or promote particular viewpoints. അപ്പോൾ മാധ്യമങ്ങൾക്കകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ വ്യൂ പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനോ അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ് റീഇൻഫോഴ്സ് ചെയ്യാനോ, അതായത് ഇപ്പോൾ നമുക്കൊരു സ്റ്റീരിയോ ടൈപ്പ് അറിയുന്നതാണ്, രാഷ്ട്രീയക്കാർ പലരും അഴിമതിക്കാരാണെന്ന് പറയുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ നമുക്കറിയാം അതിനകത്ത് നല്ല ആളുകളുണ്ടായിരിക്കും, അതുപോലെ തന്നെ മോശം ആളുകളുണ്ടായിരിക്കും, സമൂഹത്തിൽ എല്ലായിടത്തും ഉള്ളതുപോലെ. എന്നാൽ ഒരു വിഭാഗം ആളുകൾ അങ്ങനെയാണ് എന്നുള്ള ഒരു ധ്വനിയൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ ഈ ലാംഗ്വേജിന് സാധിക്കും നമുക്കറിയാം. അത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വിഭാഗത്തിൻ്റെ ഒരു വീക്ഷണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനെല്ലാം മാധ്യമത്തിൻ്റെ ഈ ലാംഗ്വേജ് യൂസ് കൊണ്ട് സാധിക്കും. Thus, language in media is not only descriptive but performative, actively shaping social narratives and public opinion. അപ്പോൾ അത്തരത്തിൽ മീഡിയയ്ക്കകത്തുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് മാത്രമല്ല, അതായത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. മീഡിയയ്ക്കകത്തുള്ള ലാംഗ്വേജ് പെർഫോമേറ്റീവ് ആണ്. അത് ഈ സോഷ്യൽ നരേറ്റീവ്സും പബ്ലിക് ഒപ്പീനിയനും ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ലാംഗ്വേജാണ് മീഡിയയ്ക്കകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറയുന്നത് മീഡിയയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജിനകത്ത് അവർ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ ടോൺ കൊണ്ടുമെല്ലാം ഈ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ വേണ്ടി മീഡിയയ്ക്ക് കഴിയും. അത് ന്യൂട്രൽ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് അല്ല, മറിച്ച് അതിനകത്തൊരു പെർഫോമേറ്റീവ് എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് വരുന്നത് ലാംഗ്വേജ് ഇൻ പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് നിയമങ്ങൾ, അതുപോലെ തന്നെ ഔദ്യോഗിക രേഖകൾ തുടങ്ങിയവയ്ക്കകത്തുള്ള ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Language in policy documents is used to set rules, define rights and regulate behavior. നമുക്കറിയാം നിയമങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ റൂൾസ് സെറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആളുകളുടെ അവകാശങ്ങളെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആളുകളുടെ പെരുമാറ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നിയമങ്ങളും അതുപോലെ തന്നെ ഔദ്യോഗിക രേഖകളിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇറ്റ് ഓഫ്റ്റൻ അപ്പിയേഴ്സ് ന്യൂട്രൽ ത്രൂ ലീഗലിസ്റ്റിക് ആൻഡ് ഫോർമൽ ലാംഗ്വേജ് ബട്ട് ഇറ്റ് ഫ്രീക്വൻ്റ്ലി സപ്പോർട്ട്സ് എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കോടതി ഭാഷ എന്നുള്ളൊരു പ്രയോഗമൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഭാഷയാണ് ഈ പോളിസി ഡോക്യുമെൻറ്റ്സിനകത്ത് ഉപയോഗിക്കുന്നത്. വളരെ ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, നിയമവുമായിട്ട് ബന്ധപ്പെട്ട കുറേ വാക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് കാണുന്ന സമയത്ത് അത് ന്യൂട്രൽ ആണെന്ന് തോന്നുമെങ്കിലും ഈ പോളിസി ഡോക്യുമെൻറ്റ്സിനകത്തുള്ള ലാംഗ്വേജിൽ പോലും നമുക്ക് ഈ പവർ സ്ട്രക്ചേഴ്സ് കാണാൻ സാധിക്കും. അതായത് സമൂഹത്തിനകത്തുള്ള അധികാര ഘടനയും ശ്രേണിയും എല്ലാം തന്നെ ഈ പോളിസി ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളിലും അല്ലെങ്കിൽ ലാംഗ്വേജിലും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. Policies help define categories such as at risk or qualified, which shape how individuals are classified and treated.
ഇനി പോളിസി ലാംഗ്വേജിനകത്ത് നമുക്ക് വരുന്ന പ്രയോഗങ്ങളാണ് അറ്റ് റിസ്ക് അല്ലെങ്കിൽ ക്വാളിഫൈഡ് തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ. ഇതിലൂടെ ആളുകളെ വേർതിരിക്കുകയും അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുകയും അതനുസരിച്ചുകൊണ്ട് ആളുകളെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജയിക്കുക എന്നുള്ളതാണ് ക്വാളിഫൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് റിസ്ക് എന്ന് പറയുന്നത് പരാജയപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഈ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പാസ്സായി അല്ലെങ്കിൽ ഫെയിലായി, തോറ്റു ജയിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് അച്ചടിച്ച് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെയൊക്കെ സർട്ടിഫിക്കറ്റിനകത്ത് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്നുള്ള ആ ഒരു ആളുടെ സർട്ടിഫിക്കറ്റിനകത്ത് അയാൾ ഫെയിലാണ്, അയാൾ തോറ്റു എന്നുള്ള തരത്തിൽ അച്ചടിക്കുന്നതിന് പകരം അത് കുറച്ച് മയപ്പെടുത്തിയിട്ട് ഈ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാക്കുന്ന സമയത്ത് രണ്ടിനും രണ്ട് തരത്തിലുള്ള മാനങ്ങളാണ് ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലാണ് ഈ പോളിസി ലാംഗ്വേജിനകത്ത് പ്രവർത്തിക്കുന്നത്. പിന്നെ മറ്റൊന്ന് നമുക്കറിയാവുന്നത് ആളുകളെ ഈ സോഷ്യൽ ക്ലാസ്സുകളായിട്ട് വേർതിരിക്കുന്നതിനകത്തുള്ള പദപ്രയോഗങ്ങൾ, അതായത് ഈ ലോ കാസ്റ്റ് എന്നുള്ള തരത്തിൽ ജാതിയുടെ പേരിൽ ആളുകളെ തട്ടുകളായി തരംതിരിക്കുന്ന സമയത്ത് ബാക്ക്വേർഡ് കാസ്റ്റ് എന്നുള്ള പദപ്രയോഗങ്ങളെല്ലാം അപ്പോൾ എന്താണ് അതിനകത്ത് അത് പുറകിൽ നിൽക്കുന്നതാണെന്നുള്ള ഒരു ധാരണ അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ പലർക്കും അങ്ങനെ അനുഭവങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ ഒരു കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇടത്തിനകത്തോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കഷനിൽ വരുന്ന സമയത്ത് ഒരുപക്ഷെ ഈ തരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ ആളുകൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ഈ പോളിസി ഡോക്യുമെൻറ്റിനകത്തുള്ള ലാംഗ്വേജ് ആളുകളെ എങ്ങനെ തട്ടുകളാക്കി തിരിക്കുകയും ക്ലാസിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ ഉള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. Therefore, language in policy is both a tool of governance and a site of political struggle over meaning, access and representation. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ സോഷ്യൽ ലൈഫിനകത്തുള്ള ലാംഗ്വേജ് യൂസ്, അതുപോലെ തന്നെ ലിറ്ററേച്ചറിനകത്തുള്ള ലാംഗ്വേജ് യൂസ്, മീഡിയയ്ക്കകത്തുള്ള ലാംഗ്വേജ് യൂസ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളിവിടെ പോളിസി ഡോക്യുമെൻറ്റിനകത്തുള്ള ലാംഗ്വേജ് യൂസിനെ കുറിച്ചും പറയുന്നത്. ഇതൊന്നും ന്യൂട്രൽ അല്ല. അവിടെ ഉപയോഗിക്കപ്പെടുന്ന പദങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥങ്ങളും അതുപോലെ തന്നെ അതിന് സോഷ്യൽ ഇമ്പാക്റ്റുകളും ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിൽ പോളിസി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ സ്ട്രഗിളാണ് എന്ന രീതിയിലാണ് പറയുന്നത്. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് അറിയാവുന്നതാണ്. മുൻകാലങ്ങളിൽ വികലാംഗർ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഭിന്നശേഷിക്കാർ എന്നുള്ള പദപ്രയോഗമായിട്ട് മാറി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വികലാംഗർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരാളുകളെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് അവർക്ക് തന്നെ അവർ ഇൻഫീരിയർ ആയിട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ അത് വരുമെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ നമ്മൾ അതിന് പകരം ഭിന്നശേഷി എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി പൊളിറ്റിക്കലി കറക്റ്റ് വേർഷനായിട്ട് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഓരോ വാക്കുകൾക്കും ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ പോളിസി ഡോക്യുമെൻറ്റിനകത്തും ഇതുപോലെ ഈ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനനുസരിച്ച് കൊണ്ട് സമൂഹത്തിനകത്ത് ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുകയും ക്ലാസിഫൈ ചെയ്യപ്പെടുന്നതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പൊതുവിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത് ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ലാംഗ്വേജ് എന്ന് പറയുന്നത് വെറും ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളല്ല, നമുക്ക് ആശയവിനിമയത്തിലുള്ള ഉപാധി മാത്രമല്ല, നമ്മുടെ ഈ ലാംഗ്വേജിലൂടെയാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഘടനയും സംസ്കാരവുമെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന തിയറിയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത്. അത് ഈ ലിറ്ററേച്ചറിനകത്തും മീഡിയയ്ക്കകത്തും പോളിസി ഡോക്യുമെൻറ്റിനകത്തും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളതാണ് പിന്നീട് നമ്മൾ നോക്കിയത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.